നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ E100 എത്തനോൾ കാറുകൾ പെട്രോളിന് മാറ്റി സ്ഥാപിക്കുമോ? ഇന്ത്യയുടെ ഇന്ധന വിപ്ലവത്തിന്റെ സത്യം ഭാഗം 4. ഇന്ത്യയുടെ എത്തനോൾ വിപ്ലവത്തിന് യഥാർത്ഥത്തിൽ ആരാണ് പണം സമ്പാദിക്കുന്നത്? കർഷകനാണോ, പഞ്ചസാര മില്ലുകളാണോ, അതോ എണ്ണ കമ്പനികളാണോ, സർക്കാരാണോ, അതോ ഉപഭോക്താക്കൾ ആണോ? പണത്തിന്റെ വഴിയിലൂടെ ഒരു അന്വേഷണമാണ് ഇന്ന്. പണം എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഇതിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണണം. അതിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ പാർട്ട് 1 ഞാൻ പറഞ്ഞത് എത്തനോൾ എന്താണെന്നാണ്. പാർട്ട് 2 കരിമ്പ് കൃഷിയിടങ്ങളിൽ നിന്ന് എത്തനോൾ നിങ്ങളുടെ കാറിന്റെ ഫ്യൂൽ ടാങ്കിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 3 E20, E85, E100 ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ ഞാൻ അതിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു വഴിയിലേക്കാണ്, പണത്തിന്റെ വഴിയിലേക്ക്. കാരണം ഒരു ഇന്ധന വിപ്ലവത്തിന്റെ ഒരു സാമ്പത്തിക വശമുണ്ട്. 1 ലിറ്റർ എത്തനോളിന് ഒരു വിലയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു എത്തനോൾ പ്ലാന്റിന് ഒരു ഉടമയുണ്ട്. ഒരു കരിമ്പ് കർഷകന് ഒരു വരുമാനവും ഉണ്ട്. അതിൽ ഒരു എണ്ണ കമ്പനിക്കും അത് വാങ്ങാനുള്ള ഒരു ചെലവും ഉണ്ട് എത്തനോളിന്. അവസാനം ഇന്ധനത്തിനായി പണം നൽകുന്നത് നമ്മള്, ഉപഭോക്താക്കള്, നമ്മളും ഉണ്ട് അതിൽ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയുടെ എത്തനോൾ വിപ്ലവത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് പണം സമ്പാദിക്കുന്നത്? കർഷകനാണോ, അല്ലെങ്കിൽ പഞ്ചസാര മില്ലുകളാണോ, അല്ലെങ്കിൽ എത്തനോൾ കമ്പനികളാണോ, അല്ലെങ്കിൽ എണ്ണ കമ്പനികളാണോ, അല്ലെങ്കിൽ സർക്കാരാണോ, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഉപഭോക്താക്കളാണോ? പിന്നെ മറ്റൊരു ചോദ്യം കൂടി, ഇന്ത്യയിൽ എത്തനോൾ മാഫിയ എന്നതുണ്ടോ? ഒരു വാക്ക് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം, ഈ മാഫിയ എന്ന് പറഞ്ഞ്. തെളിവില്ലാത്ത ഒരു മുഴുവൻ വ്യവസായത്തെ മാഫിയ എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷേ എത്തനോൾ വ്യവസായത്തിന് ചുറ്റും വലിയ സാമ്പത്തിക താല്പര്യങ്ങളിലൂടെ ഒരു ശൃംഖല രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ പണത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ എത്തനോൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ആദ്യത്തെ ചോദ്യം അതാണ്. പണം എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്തുകൊണ്ടാണ് എത്തനോളിന് ഇത്രയും ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം വിദേശത്ത് നിന്നാണ് എത്തുന്നത്. അപ്പോൾ അതായത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഗതാഗതം ഇന്ധനത്തിന്റെ വലിയൊരു പങ്ക് അന്താരാഷ്ട്ര എണ്ണ വിപണി ആശ്രയിച്ചിരിക്കുന്നു. ലോകത്ത് ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ ഇന്ത്യയെ ബാധിക്കും അത്. അതേപോലെ യുദ്ധം, ഭൗമരാഷ്ട്രീയമായ സംഘർഷങ്ങളോ എണ്ണ വിതരണത്തിനെ ബാധിച്ചാൽ ഇന്ത്യയെയും ബാധിക്കും. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വീണ്ടും ഇന്ത്യയെ അത് ബാധിക്കും. അതിനാൽ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാന ഊർജ സുരക്ഷാ ലക്ഷ്യമാണ് ഇന്ത്യയുടേത്. ഇവിടെയാണ് എത്തനോൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്. അത് E10 പിന്നെ അത് E20 മാറി. ഇനി ഉയർന്ന എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്കുള്ള ചർച്ചയാണ്. എന്ന് വെച്ചാൽ E85ഉം E100ഉം. അതോടൊപ്പം എത്തനോൾ ഉത്പാദനം ശേഷി വൻതോതിൽ വർദ്ധിച്ചു. പക്ഷേ സർക്കാർ ഒരു വലിയ എത്തനോൾ വിപണി സൃഷ്ടിക്കുമ്പോൾ ആ വിപണിയിൽ ആരാണ് പണം സമ്പാദിക്കുന്നത്? അപ്പോൾ ഈ രണ്ടാമത്തെ നമ്മൾ നോക്കുക, പണത്തിന്റെ ശൃംഖലകളിൽ ആദ്യത്തെ കണ്ണി ആരാണ്? കർഷകനാണ്. നമുക്ക് കർഷകനിൽ നിന്ന് ആദ്യമേ തുടങ്ങാം. അപ്പൊ അവന് ആദ്യമേ കരിമ്പ്, ചോളം, അരി, അനുമതിയുള്ള മറ്റ് കാർഷിക വസ്തുക്കൾ ഇവ ഇല്ലെങ്കിൽ എത്തനോൾ വ്യവസായം ഉണ്ടാകില്ല. അപ്പൊ ഒരു കർഷകൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന് എത്തനോൾ കിട്ടത്തുള്ളൂ. അപ്പൊ എത്തനോൾ പദ്ധതിയുടെ പ്രധാന വാദങ്ങളിൽ ഒന്നാണ് ഇത്. കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു അധിക വിപണി ലഭിക്കും. കരിമ്പിന് പഞ്ചസാര വ്യവസായത്തിൽ മാത്രമല്ല, കരിമ്പും പഞ്ചസാര അല്ല, അതുപോലെ എത്തനോൾ വ്യവസായത്തിൽ ആവശ്യകത ഉണ്ട്. അതോടെ കർഷകന് ഒരു പുതിയ വിപണി ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം, അതുകൊണ്ട് എല്ലാ കർഷകരും
ഇപ്പം സമ്പന്നരാകുമോ? അല്ല. കാരണം കർഷകൻ എത്തനോൾ വിൽക്കുന്നില്ല. അവൻ സാധാരണയായി വിൽക്കുന്നത് കരിമ്പ്, ചോളം, അരി അല്ലെങ്കിൽ മറ്റൊരു അസംസ്കൃത വസ്തു ആണ് വിൽക്കുന്നത്. അപ്പൊ അതിന് ശേഷമാണ് ഫാക്ടറിയിൽ അത് എത്തനോളായി മാറുന്നത്. ഫാക്ടറിക്ക് അത് വിൽക്കുന്നു, അത് ഫാക്ടറി പോകുന്നു, ആ ഫാക്ടറിയിൽ എത്തനോളായി മാറുന്നു. അതിൻ്റെ ഇടയിൽ ചെലവുകളുണ്ട് കർഷകന്. കൃഷി, ജലസേചനം, വളം, കീടനാശിനികള്, തൊഴിലാളികള്, ഗതാഗതം, സംസ്കരണം, വൈദ്യുതി, പിന്നെ എന്താണ് ധനസഹായം വേണം അവന്. പിന്നെ അപ്പോ അതിനാല് 1 ലിറ്റർ എത്തനോളിന്റെ വില എപ്പോഴും കർഷകന്റെ വരുമാനം എന്നല്ല. ഇത് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ അടുത്ത കളിക്കാരൻ എന്ന് പറഞ്ഞ പഞ്ചസാര മില്ല്. ഇനി നമുക്ക് കൃഷിയിടങ്ങളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് പോകാം. എന്നുവെച്ചാൽ ഡെക്കേഡുകളായിട്ട് പഞ്ചസാര മില്ലുകളുടെ പ്രധാന ഉത്പാദനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. എന്നാൽ പഞ്ചസാര വ്യവസായത്തിന്റെ സാമ്പത്തിക സ്ഥിതി എപ്പോഴും എളുപ്പമല്ല. ഇന്ന് ഒരു പഞ്ചസാര മില്ലിന് മറ്റൊരു അവസരം കൂടിയുണ്ട്. അത് പഞ്ചസാര, അതേപോലെ എത്തനോള്, ബോഗസ് ഉപയോഗിച്ചുള്ള വൈദ്യുതി, മറ്റു ഉൽപ്പന്നങ്ങൾ ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പഞ്ചസാര മില്ല് ഒരു പഞ്ചസാര നിർമ്മാണശാല മാത്രമല്ല, അത് ഒരു പരിധി വരെ എനർജി പ്രൊഡ്യൂസറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. പിന്നെ പഞ്ചസാരയോ അല്ലെങ്കിൽ എത്തനോളോ ഏതാണ് കൂടുതൽ ലാഭകരം? ഇതാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാക്കുന്ന സ്ഥലം. ഒരു പഞ്ചസാര മില്ലിന് പരിമിതമായ അളവിൽ കരിമ്പ് ലഭിക്കുന്നു. അപ്പോൾ തീരുമാനമെടുക്കണം, കൂടുതൽ പഞ്ചസാര നിർമ്മിക്കണോ അതോ ലഭ്യമായ അസംസ്കൃത വസ്തുവിന്റെ ഒരു ഭാഗം എത്തനോൾ ഉത്പാദനത്തിലേക്ക് മാറ്റണോ? ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പഞ്ചസാരയുടെ വില, എത്തനോളിന്റെ വാങ്ങൽ വില, കരിമ്പിന്റെ ലഭ്യത, ഫാക്ടറിയുടെ കാര്യക്ഷമത, സർക്കാരിന്റെ നയം, എണ്ണ കമ്പനികളുടെ ആവശ്യം. അതുകൊണ്ട് ഇത് വെറും കൂടുതൽ എത്തനോൾ ഉണ്ടാക്കാം എന്ന് ലളിതമായ കാര്യമല്ല. ചോദ്യം ആവശ്യമായ പഞ്ചസാര ലഭ്യത നിലനിർത്തിക്കൊണ്ട് എത്ര എത്തനോൾ ഉത്പാദിപ്പിക്കാം? അതാണ് ചോദ്യം ഇവിടെ. പിന്നെ അടുത്ത ഒരു കളിക്കാരുണ്ട് ഇതിലുണ്ട്, എണ്ണ കമ്പനികൾ. ഇനി നമുക്ക് പെട്രോൾ പമ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്ത്യയിൽ വലിയ എണ്ണ കമ്പനികൾ എത്തനോൾ വാങ്ങുകയും അത് പെട്രോളുമായി ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൃഷ്ടിക്കുന്നു. എത്തനോളിന് ഒരു വലിയ വിപണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സർക്കാർ നയങ്ങൾ കീഴിൽ എത്തനോൾ സംഭരിക്കുക, വാങ്ങുകയും പെട്രോളിയം കലർത്തുകയും ചെയ്യുന്നതിന് ഉള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നുണ്ട് ഇന്ന്. ഇതിന്റെ ഗുണം എന്താണ്? ഒരു എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കാൻ 100 കണക്കിന് കോടി രൂപ നിക്ഷേപിക്കുന്ന ഒരാൾ, ഒരു പ്രധാന ചോദ്യം ഉണ്ടാവും അങ്ങേർക്ക്. ഞാൻ നിർമ്മിക്കുന്ന എത്തനോൾ ആരാണ് വാങ്ങുക? വിപണി ഉറപ്പ് ഉള്ളപ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. അതാണ് എത്തനോൾ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. അപ്പോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എത്തനോള് പ്ലാന്റുകൾ നിക്ഷേപകർക്ക് ഇത്ര ആകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ഒരു നിക്ഷേപകരാണെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു പഞ്ചസാര മില്ലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുടെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കരിമ്പുമായി ബന്ധവുമുണ്ട്, ഫാക്ടറി സൗകര്യങ്ങളുണ്ട്, തൊഴിലാളികളുമുണ്ട്, ഗതാഗത ശൃംഖലകളുണ്ട്, മൊളാസസ് പോലുള്ള അസംസ്കൃത വസ്തുക്കളും ലഭ്യമാണ്. ഇനി സർക്കാർ എത്തനോൾ വിപണി എന്നുവെച്ചാൽ വികസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പഞ്ചസാര മില്ലിനോട് ചേർന്ന് ഒരു ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നത് വലിയ സാമ്പത്തിക അവസരമായി മാറും. അതുകൊണ്ട് എത്തനോൾ വിപ്ലവം കാർ വ്യവസായത്തിന്റെ മാത്രം കഥയല്ല, ഇത് ഒരു കർഷകന്റെ മേഖലയിലൂടെയുള്ള ഒരു കഥയും കൂടെയാണ്. പഞ്ചസാര വ്യവസായത്തിന്റെയും കഥയാണ്.
വ്യവസായ നിക്ഷേപത്തിൻ്റെയും കഥയാണ്. ഇന്ത്യയുടെ ഊർജ സുരക്ഷയുടെയും കഥയാണിത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ വരുന്ന സർക്കാർ പിന്തുണയാണ് ഇതിൽ. ഒരു എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ വലിയ നിക്ഷേപം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എത്തനോൾ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടവ എന്ന് വെച്ചാൽ ഒന്ന് പലിശ സഹായം, അത് പലിശ കുറവാണ്. ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള പിന്തുണ, വിവിധ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രോത്സാഹനം ഗവൺമെന്റിന് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ദീർഘകാല വാങ്ങൽ സംവിധാനങ്ങൾ, മൾട്ടി ഫീഡ് സ്റ്റോക്ക് ഡിസ്റ്റിലറികൾ സ്ഥാപിക്കുന്നു. 2G ബയോഫ്യൂൽ സാങ്കേതിക വിദ്യയിൽ വർക്ക് നടത്തുന്നു. ഇതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമല്ല, എത്തനോൾ ഉത്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, കരിമ്പിനെ മാത്രം ആശ്രയിക്കാതെ ഒരു വ്യവസായം നിർമ്മിക്കുക എന്നതാണ് പ്രധാനമായിട്ട് സർക്കാർ നോക്കുന്നത്. പിന്നെ ഇനി വരുന്ന ചോളത്തിന്റെ വിപ്ലവമാണ് അടുത്തത്. അപ്പോൾ എത്തനോൾ കരിമ്പിൽ നിന്ന് മാത്രം ഉണ്ടാക്കേണ്ടതില്ല, അത് പല രീതിയിൽ ഉണ്ടാക്കുക. അതിലൊന്ന് ചോളം, അരി, ഈ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് അസംസ്കൃത ധാന്യങ്ങൾ എന്ന് വെച്ചാൽ ബ്രോക്കൺ റൈസ്, അങ്ങനെ കുറേയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എന്നിവയിൽ നിന്ന് ഇത് ഇന്ത്യയുടെ കാർഷിക മേഖലയെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ഘടകമാണ്. ഒരു എത്തനോൾ പ്ലാന്റിന് അസംസ്കൃത വസ്തു വേണം. അപ്പോൾ പ്ലാന്റിന് ചുറ്റുമുള്ള കർഷകർക്ക് പുതിയ വിപണി ലഭിക്കും, നിക്ഷേപകർക്ക് പുതിയ വ്യവസായം ലഭിക്കും, ഡിസ്റ്റിലറികൾക്ക് പുതിയ ഫീഡ് സ്റ്റോക്ക് ലഭിക്കും, എണ്ണ കമ്പനികൾക്ക് ആഭ്യന്തര എത്തനോൾ ലഭിക്കും. സർക്കാരിന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയെ ആശ്രയിക്കുന്നത് കുറയാനുള്ള മറ്റൊരു മാർഗം കൂടെ ലഭിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഒരു ഇന്ധന നയം കാർഷിക മേഖലയെ പോലും മാറ്റാൻ തുടങ്ങുന്നു ഇവിടെ. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ പക്ഷെ ഇവിടെ വരുന്ന ഫുഡ് വെസ് ഫ്യൂൽ, ഫുഡും ഫ്യൂൽ തമ്മിലുള്ള ഒരു യുദ്ധമാണ് പിന്നെ വരുന്നത്. ഇത് എത്തനോൾ വ്യവസായത്തിൽ ഏറ്റവും വലിയ ഒരു ചർച്ചകളിൽ ഒന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളവുകൾ ഇന്ധനത്തിനായി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് വളരെ ലളിതമായി അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് ചോദ്യമല്ല. ഇന്ത്യ വിവിധ ഫീഡ് സ്റ്റോക്കുകൾ ഉപയോഗിക്കുന്നു. ചിലത് ഉൽപ്പന്നങ്ങളാണ്, ചിലത് അധികമായി ലഭിക്കുന്ന ധാന്യങ്ങളാണ്, ചിലത് കരിമ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ചോദ്യം നിലനിൽക്കും, ഇതിലും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണത്തിന്റെ ആവശ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ, അതേസമയം എത്തനോളിന്റെ ആവശ്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ വർദ്ധിച്ചാൽ, അപ്പോൾ ഒരു കർഷകൻ ഉത്പന്നത്തിന്റെ മത്സരിക്കുന്ന ആവശ്യങ്ങൾ ഏതൊക്കെ ഉണ്ടാവും? അവൻ ഏതിന് മത്സരിക്കും? ഭക്ഷണം, മൃഗങ്ങളുടെ തീറ്റ, ഇന്ധനം. അതുകൊണ്ട് ഭാവിയിൽ എത്തനോൾ വ്യവസായത്തെ വിലയിരുത്തുമ്പോൾ എത്ര ലിറ്റർ എത്തനോൾ ഉത്പാദിപ്പിച്ചു എന്നത് മാത്രം നോക്കിയാൽ പോരാ. പകരം ചോദിക്കണം, ആ എത്തനോൾ നിർമ്മിക്കാൻ എന്താണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോ പിന്നെ ആരാണ് വെള്ളത്തിന്റെ വില? ഇനി നമ്മൾ ഇത് വെള്ളം ആവശ്യമാണ്, അപ്പം വെള്ളം സംസ്കരിക്കണം, വെള്ളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കരിമ്പ് പല പ്രദേശങ്ങളിൽ വലിയ അളവിൽ വെള്ളം ആവശ്യപ്പെടുന്ന ഒരു വിളവാണ്. ഇതാണ് ഒരു ധാന്യമാണ്, ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ സ്ഥലത്തിനെ ആശ്രയിച്ചായിരിക്കും ഇതിരിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്തിന്റെ മഴ, കാലാവസ്ഥ, മണ്ണ്, ജലസേചന രീതി, പിന്നെ വിളവെടുപ്പ് കാലം, പിന്നെ എല്ലാത്തിനും പ്രധാനമായിട്ട് അതിനുശേഷം വരുന്ന എത്തനോൾ ഫാക്ടറിയിലും വെള്ളം ആവശ്യമാണ്. എത്തനോൾ ഫാക്ടറിയിൽ വെള്ളം എന്ന് വെച്ചാൽ ഫെർമെന്റേഷൻ ആവശ്യം വരും, കൂളിങ്ങിന് ആവശ്യം വരും, സ്റ്റീം ജനറേഷൻ ആവശ്യം വരും, അതുപോലെ ക്ലീനിങ്ങിന് ആവശ്യം വരും, മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾ പിന്നെ വരുന്നുണ്ട്. പിന്നെ ആധുനിക പ്ലാന്റുകൾ വെള്ളം റീസൈക്കിൾ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ വെള്ളം എപ്പോഴും ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് 1 ലിറ്റർ എത്തനോളിന്റെ യഥാർത്ഥ വിലയിൽ പെട്രോൾ പമ്പിൽ കാണുന്ന ഒരു രൂപയുടെ വില മാത്രം ഇല്ല. അതിന്റെ പിന്നിൽ ഭൂമി, വെള്ളം, ഊർജം, യന്ത്രങ്ങൾ, അതേപോലെ തൊഴിലാളികൾ, പിന്നെ വ്യവസായത്തിന്റെ അടിസ്ഥാന സൗകര്യം, ഗതാഗതം, അതേപോലെ പരിസ്ഥിതി,
ഇതെല്ലാം നോക്കണം, എല്ലാം ഉൾപ്പെടുന്നത് ആണ് അതിൽ. അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ ഇന്ധനം സമൂഹത്തിന് ഏറ്റവും വില കുറഞ്ഞ ഇന്ധനം ആവണമെന്നില്ല. സമൂഹത്തിന് വില കുറഞ്ഞ എന്ന അർത്ഥവുമില്ല അതിൽ. എന്നുവെച്ചാൽ ഒരു വില കുറഞ്ഞ ഇന്ധനം ഉണ്ടാക്കി അത് സമൂഹത്തിന് വില കുറവെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കപ്പോൾ ഇനി നമുക്ക് കുറച്ച് പിന്നിലേക്കൊന്ന് പോയി നോക്കാം. എത്തനോൾ കർഷകർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഡിസ്റ്റിലറികൾക്ക് ബിസിനസ് നൽകുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര മില്ലുകൾക്ക് അധികം വരുമാനം നൽകുന്നു. ഇപ്പൊ ഈ എത്തനോൾ തുടങ്ങിയപ്പോൾ അപ്പൊ എണ്ണ കമ്പനികൾക്ക് ആഭ്യന്തര ഇന്ധനം സ്രോതസ് നൽകുന്നുണ്ട് എത്തനോളിന്റെ ഒരു വിപ്ലവം കരുതി. അപ്പോൾ സർക്കാർ ഇതിൽ ചെയ്യുന്നത് എന്താണ്? പ്രധാന കാരണം സർക്കാർ നോക്കുന്ന എനർജി സെക്യൂരിറ്റി, ഊർജ സുരക്ഷ. വിദേശത്ത് നിന്നുള്ള ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. പിന്നെ വിദേശ നാണ്യം ലഭിക്കുക. ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക. കർഷകർക്ക് പുതിയ വിപണി സൃഷ്ടിക്കുക. ഗ്രാമീണ സംബന്ധമായ വ്യവസായത്തെ ശക്തിപ്പെടുത്തുക. ഇവയാണ് എത്തനോൾ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ചിലത്. ഉപഭോക്താവിന് യഥാർത്ഥത്തിൽ പണം ആർക്കാണ് ഉപഭോക്താവിന് ലഭിക്കുന്നുണ്ട്? അടുത്ത നമ്മൾക്കുള്ള പോയിന്റ്. ഇനി നിങ്ങൾക്ക് കാറ് എന്ന് വെച്ചാൽ ഈ കാർ ഉടമകൾക്ക് ഇപ്പോൾ എത്തനോൾ 1 ലിറ്ററിന് പെട്രോളിനെക്കാളും വില കുറഞ്ഞതാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറയും നല്ല കാര്യം, എൻ്റെ ഇന്ധനം ചെലവ് കുറയുന്നതായിരിക്കും. പക്ഷേ അത് എല്ലായ്പ്പോഴും ശരിയാകുന്നൊന്നുമില്ല. കാരണം 1 ലിറ്റർ എത്തനോളിൽ പെട്രോളിനെക്കാളും കുറവ് എനർജി കണ്ടന്റ് ഉണ്ട്. അതിനാൽ നമ്മൾ താരതമ്യം ചെയ്യപ്പോഴത്തേക്ക് ലിറ്ററിന് എത്ര രൂപ എന്നാൽ മാത്രം കാര്യമില്ല. പകരം 1 ലിറ്ററിന് ഒരു കിലോമീറ്ററിന് എത്ര രൂപയെന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ. അതിനുശേഷം മൊത്തം വാഹന ചെലവ് എത്രയും നമ്മൾ എടുക്കണം. കാറിന്റെ വില, മൈലേജ്, ഇന്ധന വില, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, റീസെയിൽ വാല്യൂ, പിന്നെ ഫ്യൂവൽ അവൈലബിലിറ്റി, പിന്നെ എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ എത്തനോൾ കാർ ശരിക്കും ചീപ്പറാണോ എന്ന് പറയാൻ കഴിയൂ? അവിടെ ഒരു ഡൗട്ട്ഫുൾ ആണത്. അപ്പോൾ എത്തനോൾ ഇനി അടുത്ത നമുക്ക് എത്തനോൾ മാഫിയ ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഇനി ആ വിവാദമായ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യയിൽ ഒരു എത്തനോൾ മാഫിയ ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം. മാഫിയ എന്ന വാക്ക് തെളിവില്ലാത്ത ഒരു വ്യക്തിയോ കമ്പനിയോ വ്യവസായത്തെ മാഫിയ എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് അന്വേഷിക്കാം ഇവിടെ. അത് എക്കണോമിക് പവർ, സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണം. ഈ പണമെല്ലാം ഇവിടെ പോയി ചേരുന്ന വലിയ പഞ്ചസാര മില്ലുകളിലേക്ക് പോയി ചേരും, ഡിസ്റ്റിലറികൾക്ക് പോയി ചേരും, നേരത്തെ പറഞ്ഞാൽ ഫീഡ് സ്റ്റോക്ക് വിതരണക്കാർക്ക് പോയി ചേരും, എണ്ണ കമ്പനികൾക്ക് പോയി ചേരും, ഗതാഗതം കമ്പനികൾക്ക് ചേരും, ബാങ്കുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പോയി ചേരും, ലോൺ ഉണ്ടാക്കിയെടുക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾ, പിന്നെ സർക്കാർ ഏജൻസികൾ. ഇവയെല്ലാം എത്തനോൾ ഈക്കോസിസ്റ്റമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ നയതന്ത്ര വിപണി സർക്കാർ സൃഷ്ടിക്കുമ്പോൾ അതിന് ചുറ്റും വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ സ്വാഭാവികമായി രൂപപ്പെടും. അത് അഴിമതിയാണെന്ന് അർത്ഥമില്ല, അത് കുറ്റകൃത്യമാണെന്നും അർത്ഥമില്ല. പക്ഷേ പണം വലുതാകുമ്പോൾ സുതാര്യത അത്രേ തന്നെ പ്രധാനമാണ്. ട്രാൻസ്പെറൻസി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ 1 ലിറ്റർ എത്തനോളിന്റെ പണം പിന്തുടരാം നമുക്ക് ഇനി അടുത്തതിൽ. നിങ്ങളുടെ കാറിൽ 1 ലിറ്റർ എത്തനോൾ എവിടെ നിന്നാണ് വന്നത്? അത് ആരംഭിച്ചത് എവിടെ നിന്നാണ്? അതൊരു കർഷകരിൽ നിന്നാണ് ആരംഭിച്ചത്. ഒരു കർഷകൻ കൃഷിയിടത്തിൽ നിന്നാണ് ആരംഭിച്ച കർഷകന്റെ വിള വളർത്തൽ. അതിനുശേഷം പിന്നെ അത് ഗതാഗതം, അവിടെ നിന്ന് അത് കൃഷിയിടത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അസംസ്കൃത വസ്തു ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു, പിന്നെ എത്തനോൾ പ്ലാന്റിലേക്ക് എത്തിക്കുന്നു, കാർഷിക ഉത്പാദനം എത്തനോളായി മാറ്റുന്നു. അതിനുശേഷം എണ്ണ കമ്പനിയിലേക്ക് പോകുന്നു, എത്തനോൾ വാങ്ങുന്നു, പെട്രോളുമായി ബ്ലെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉയർന്ന എത്തനോൾ ഇന്ധനമായി വിതരണം ചെയ്യുന്നു. പിന്നെ നോക്കണം വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ,
ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവസാനം ഫ്യൂവൽ സ്റ്റേഷൻ ആണല്ലോ, പിന്നെ അവസാനം നമ്മളെ കയ്യിലെത്തുന്നത്. അപ്പം നമ്മളുടെ പണം നൽകി ആ എത്തനോൾ ഫ്യൂവൽ ബ്ലെൻഡഡ് മേടിക്കുന്നത്. അതായത് പെട്രോൾ പമ്പിൽ കാണുന്ന ഇന്ധന വില ഒരു വലിയ സാമ്പത്തിക നെറ്റ്വർക്കിലെ അവസാന കണ്ണിയാണ് നമ്മൾ. ആരാണ് വിജയികൾ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആരാണ് അപകടത്തിൽ നിൽക്കുന്നത്? ലളിതമായിട്ട് നോക്കാം. സാധ്യതയുള്ള വിജയികൾ ഇതിൽ ഒന്നെന്ന് പറയുന്നത് കർഷകൻ തന്നെയാണ്. പിന്നെ കാർഷിക ഉത്പന്നങ്ങൾ അധിക വിപണി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പഞ്ചസാര മില്ലുകൾക്ക് കിട്ടും. പഞ്ചസാരയ്ക്ക് പുറമെ മറ്റൊരു വരുമാന മാർഗം കൂടെ അവർക്ക് കിട്ടും. എത്തനോൾ നിർമ്മാതാക്കൾ അതുപോലെ അവരും വളർന്ന് അവർക്കൊരു വിപണി കിട്ടി. എണ്ണ കമ്പനികൾക്ക് ആഭ്യന്തര ഇന്ധന സ്രോതസ് അവർക്ക് ആക്കാൻ പറ്റി. സർക്കാരിന് ഊർജ സുരക്ഷയും വിദേശ നാണയത്തിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഭാവിയിൽ കൂടുതൽ ഫ്യൂവൽ ചോയ്സ് ഉള്ള സാധ്യത നമ്മളെ പോലത്തെ കസ്റ്റമേഴ്സിന് കിട്ടും. പക്ഷേ അപകടങ്ങൾ ഉണ്ട്. കർഷകൻ അപകടം എന്ന് പറഞ്ഞ വിളവിന്റെ വില, ഉത്പാദന ചെലവ് മാറും. ഉപഭോക്താക്കൾ കുറഞ്ഞ ഫ്യൂവൽ പ്രൈസിനെ മൈലേജ് കുറയുന്നത് ഭാഗമായി മറികടക്കേണ്ടി വരും. ഭക്ഷ്യസുരക്ഷ, കാർഷിക വിളവുകൾ ഭക്ഷണത്തിന് ഇന്ധനമായി ഒരേ സമയം ആവശ്യമായി ഉണ്ടാകാം. ജലസ്രോതസ്സുകൾ, വെള്ളം കുറവുള്ള പ്രദേശങ്ങൾ കരിമ്പ് കൃഷി സമ്മർദ്ദം സൃഷ്ടിക്കും. പിന്നെ വ്യവസായം, എത്തനോൾ വ്യവസായം, സർക്കാർ നയം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, വില എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ പരിസ്ഥിതി, റിന്യൂവൽ എന്നത് മാത്രം കൊണ്ട് ഒരു ഇന്ധനം 100% സസ്റ്റൈനബിൾ ആകുന്നില്ല. യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കുന്നത്? അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത്? അത് സത്യസന്ധമായ ഉത്തരം ഒറ്റ വിജയല്ല. എത്തനോൾ ഒരു വലിയ സാമ്പത്തിക ശൃംഖലയാണ്, ഒരു നെറ്റ്വർക്കാണ്. കർഷകന് ഒരു വിപണി ലഭിക്കുന്നു. മില്ലിന് അധികം ഉത്പാദനം ലഭിക്കുന്നു. ഡിസ്റ്റിലറികൾക്ക് പുതിയ ബിസിനസ് ലഭിക്കുന്നു. എണ്ണ കമ്പനികൾക്ക് ആഭ്യന്തര എത്തനോൾ ലഭിക്കുന്നു. സർക്കാരിന് ഊർജ സുരക്ഷയുടെ നേട്ടം ലഭിക്കുന്നു. നമ്മളെ പോലത്തെ കസ്റ്റമറിന് പുതിയ ഫ്യൂവൽ ഓപ്ഷൻ ലഭിക്കുന്നു. പക്ഷേ ആർക്ക് ആണ് എത്ര ഗുണം ലഭിക്കുന്നത് എന്നത് ആശ്രയിക്കുന്നത് വിലയിൽ, ഉത്പാദന ചെലവിൽ, സർക്കാർ നയത്തിൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയിൽ, അതേപോലെ സാങ്കേതിക വിദ്യയിൽ അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, പിന്നെ വിപണി സാഹചര്യങ്ങളിലാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും ഇതെന്താണ് ഇതെന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി, എത്തനോളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആരാണ് പണം സമ്പാദിക്കുന്നത്? ഇപ്പോൾ ഉത്തരം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർഷകൻ മാത്രമെന്നല്ല, പഞ്ചസാര മില്ല് മാത്രമല്ല, അതേപോലെ സർക്കാർ മാത്രമല്ല, ഒരു ഡിസ്റ്റിലറി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി മാത്രം. ഇന്ത്യയുടെ എത്തനോൾ വിപ്ലവം ഒരു പുതിയ സാമ്പത്തിക ഇക്കോസിസ്റ്റമാണ് ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇനി നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു വലിയ ചോദ്യമുണ്ട്. നമ്മൾ നിർമ്മിക്കുന്നത് ലാഭകരമായ ഒരു ഫ്യൂവൽ എക്കണോമിയാണോ, അതോ ഇത് യഥാർത്ഥത്തിൽ സസ്റ്റൈനബിളായ ഒരു എനർജി സിസ്റ്റം തന്നെയാണോ? എത്തനോളിൽ നിന്ന് വിദേശ നാണയം നമുക്ക് ലഭിച്ചാൽ, പക്ഷേ അത് അമിതമായി വെള്ളം ഉപയോഗിച്ചാൽ, കർഷകന്റെ വരുമാനം വർദ്ധിച്ചാൽ, പക്ഷേ ഭക്ഷണ വില ഉയർന്നാൽ, ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ചാൽ, പക്ഷേ പുതിയ എൻവയറമെന്റ് പ്രഷർ ഉണ്ടാക്കിയാൽ, അപ്പോൾ അതിനെ വെറും വിജയ എന്ന് വിളിക്കാൻ കഴിയില്ല. നമ്മൾ മുഴുവനും ബാലൻസ് ഷീറ്റ് നോക്കണം. കാരണം 1 ലിറ്റർ എത്തനോള് യഥാർത്ഥ വില പെട്രോൾ പമ്പില് വിലയേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ പറയാനുള്ള കാര്യം ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചിന്തിക്കുക.